ഹലോ ഗേസ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട പപ്സ് ആണ് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കൂലേ, അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പത്തിൽ 2 സവാള അതേമാതിരി നീളത്തിൽ കട്ട് ചെയ്തതാണ് അതും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഓവറിട്ട് മുരിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നല്ലോണം ഒന്ന് വാടി നല്ല സെറ്റായി വന്നാൽ മതി. പിന്നെ ഉണ്ടല്ലോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനോട് അടിച്ച് ഹോൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. പിന്നെ അതാ നമ്മൾ ഇതിലേക്ക് ഇട്ടെടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് തൊട്ട് 3/4 ടീസ്പൂൺ വരെ വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ചതച്ചതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതാ ഒരു പച്ചമുളക് കട്ട് ചെയ്തുകൊണ്ട് അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പച്ചമുളക് ഉണ്ടല്ലോ കുട്ടികളൊക്കെ എല്ലായിടത്താണെ ഒന്ന് സ്കിപ്പ് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി കേട്ടോ. കുട്ടികളൊക്കെ എല്ലായിടത്തും ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അവർക്കൊരു ഗതികേടായിരിക്കും. അപ്പോൾ പച്ചമുളക് വേണമെങ്കിൽ ഇട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് അത്രയും മതി. നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അത് നമ്മളെ സവാള വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ ഒരു 3/4 ടീസ്പൂണ് നമ്മളെ കാശ്മീരി മുളകും പൊടി, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല ഏതെങ്കിലും ഇട്ടാൽ മതി. നമ്മളെ ബീഫ് മസാല ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഇട്ട് കൊടുത്താൽ മതി, ഒരു 3/4 ടീസ്പൂണൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓവർ ഒഴിച്ച് കൊടുക്കരുത്. ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ സവോളയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല ഇളക്കി മിക്സ് ആക്കിയിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ സവോളയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി മുളകും പൊടി ഇട്ടെടുത്തുകൊണ്ട് അത്രയ്ക്ക് എരിവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേ പപ്സിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. ബ്രെഡും കൂടെ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പൊയിങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് നമുക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടിയാണ്. അതേമാതിരി തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. ഓവറിട്ട് ലൂസ് വേണ്ട, നമ്മളത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ബ്രെഡുമൊക്കെ ആക്കി കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ട വെച്ചിട്ട് 6 മുട്ട പപ്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ബ്രെഡ് വെച്ചാണ്ട്. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇതേമാതിരി ആവിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. നമ്മൾ ആവി കൊള്ളിച്ചിട്ടുണ്ടെങ്കിലല്ല നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ എന്തായാലും ആവി കൊള്ളിച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ സൈഡ് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ ബ്രെഡൊക്കെ നല്ല പരത്തി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മുട്ടയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റായി വന്നതിന് ശേഷം നമ്മൾ മൈദ കലക്കി വെച്ചില്ലേ, അപ്പോൾ അതിന് എല്ലാ ഭാഗത്തേക്കും ലേശം ആക്കി കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡിൽ കൂടിയും അതൊന്ന് ജസ്റ്റ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ എല്ലാ സൈഡിൽ കൂടി ആക്കി കൊടുക്കുക. അപ്പോൾ അത് കണ്ടില്ലേ, അതേമാതിരിക്കാൻ എല്ലാ ഭാഗത്തുകൂടി ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ കുറേ സ്നാക്സ് ഇട്ടിട്ടുണ്ട്. ഒരു 3-4 സ്നാക്സ് ഐറ്റംസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, 2-3ഒക്കെ. അപ്പോൾ എന്തായാലും കയറി കണ്ടുകൊണ്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണ്ടേ. അപ്പോൾ അത് ഞാനിതിൽ നിന്നൊരു 1.5 ടീസ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ബ്രെഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഹാഫ് മുട്ടയും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കൂണുകൾ ഉണ്ടല്ലോ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ലേസിയാണ് ഇത് ഉണ്ടാക്കാനെന്നുള്ളത്. ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കല്ലേ ഉള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ ഈ മുട്ട പപ്സ്. നമ്മൾ എണ്ണയിലൊക്കെ ഇട്ടിട്ട് നല്ല പൊരിച്ചെടുക്കും കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാ കൂണും ഇതേമാതിരി തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി കലക്കിയുണ്ടെല്ലാം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം സെറ്റാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ അത് വലിയ ബ്രെഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് സെറ്റായി നിൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ബ്രെഡിനും അപ്പോൾ അത് അതിനനുസരിച്ച് നല്ല നമ്മൾ മൈദൻ്റെ മിക്സൊക്കെ ആക്കിയിട്ട് നല്ല ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ എണ്ണയിലിടുമ്പോൾ വേറിട്ട് പോരും അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് മൈദപ്പൊടി വെച്ചിട്ട് നല്ല ഒട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് 6 നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. 3 മുട്ട വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കണം. എണ്ണയിലിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു സൈഡ് വെന്തതിന് ശേഷം മറ്റേ സൈഡ് മാത്രം മറിച്ചിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് മുരിച്ചെടുക്കുക. ബ്രെഡൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഒരു കാര്യം, എണ്ണ ചൂടാകാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്രെഡല്ലേ പെട്ടെന്ന് തന്നെ നല്ല എണ്ണ കുടിക്കും. അപ്പോൾ നല്ല എണ്ണ ചൂടായതിന് ശേഷം വേണം ബ്രെഡിൻ്റെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മൾ ബ്രെഡ് മുട്ട പപ്സ് ഉണ്ടല്ലോ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ് ഇത്. നല്ല പിന്നെ ഉള്ളിലൊക്കെ നല്ല മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഇട്ടും പിന്നെ നമ്മൾ പപ്സിൻ്റെ സീറ്റ് ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ബ്രെഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ഉള്ളിൽ നല്ല മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.